ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി റിലേറ്റഡ് ആയിട്ട് ഇന്ന് നമുക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജനനം 1897 ജനുവരി മാസം 23-ാം തീയതിയാണ്. 1897, 7ഉം 8ഉം 9ഉം ഒക്കെ ഉണ്ടല്ലേ ഇവിടെ. അപ്പൊ നോക്കിയേ, 1897 ജനുവരി മാസം 23-ാം തീയതി ഇദ്ദേഹം ജനിക്കുന്നത് കട്ടക്ക്, ഒഡീഷയിലെ കട്ടക്കിലാണ്. ഈ ജനുവരി 23 എന്ന ദിവസം ഉണ്ടല്ലോ, ജനുവരി 23 എന്ന ദിവസം 2021 മുതൽ പരാക്രം ദിവസ് ആയിട്ട് ആചരിക്കുന്നുണ്ട്. പരാക്രം ദിവസ് ഓർത്ത് വെച്ചേക്കാം, ഇത് മുൻവർഷ ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഒന്നുകൂടെ നോക്കാം. 1897 ജനുവരി 23 മുതൽ 23-നാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 2021 മുതൽ ഈ ഒരു ദിവസം ജനുവരി 23 പരാക്രം ദിവസ് ആയിട്ട് ആചരിക്കുന്നു. ഇത് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ് കേട്ടോ. പരാക്രം ദിവസ് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ്. അതായത് നേതാജിയുടെ ധൈര്യവും ദേശസ്നേഹവും ഒക്കെ ഓർമ്മപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ജനുവരി 23-നെ പരാക്രം ദിവസ് ആയിട്ട് ആചരിക്കാനായിട്ട് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇപ്പൊ കട്ടക്ക്, ഒഡീഷയിലെ കട്ടക്കിലാണ് ഇദ്ദേഹം ജനിച്ചത്. ജനകിനാഥ് ബോസിന്റെയും പ്രഭാവതി ദേവിയുടെയും മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത്. ഓക്കെ, ഇദ്ദേഹത്തെ ദേശ് നായക് എന്നൊരു വിശേഷണം, ഇദ്ദേഹത്തിന് ദേശ് നായക് എന്നൊരു വിശേഷണം കൊടുത്തത് ടാഗോർ ആണ്, ടാഗോർ. അതുപോലെ തന്നെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നൊരു വിശേഷണമുണ്ട്, അത് ഗാന്ധിജിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ. രാജ്യസ്നേഹികളുടെ അല്ലെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയും ദേശ് നായക് എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറുമാണ്. പിന്നെ നേതാജി എന്ന് അറിയപ്പെടുന്നതും ആര് തന്നെ? സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പിന്നെ അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം ഒക്കെ പാസ്സായിട്ടുണ്ട്. എന്നാൽ ദേശസ്നേഹം കാരണം ഇദ്ദേഹം ഇതൊക്കെ രാജിവെച്ച് പിന്നീട് എന്താണ് നമ്മുടെ ദേശത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്കൊക്കെ തിരിയുകയാണ്. അങ്ങനെ CR ദാസിന്റെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം കേട്ടോ. ചിത്തരഞ്ജൻ ദാസിന്റെ ശിഷ്യനാണ്. ഇനി കോൺഗ്രസ് പ്രവർത്തനത്തിലേക്ക് വരികയാണെങ്കിൽ നോക്കിയേ, 1938 ഹരിപുര സെഷനില് പ്രസിഡന്റ് ആയിരുന്നു ആര്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. 1938 ഹരിപുര സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം. കൂടാതെ 1939 തൊട്ടടുത്ത വർഷവും ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പ്രസിഡന്റ് ആവുന്നുണ്ട്. അത് ത്രിപുരയിൽ വെച്ച് നടന്ന അല്ലെ ത്രിപുരി സെഷനിൽ ഒരു ഇലക്ടഡ് പ്രസിഡന്റ് ആയിട്ടാണ് മാറുന്നത്. ഗാന്ധിജിയുടെ നോമിനി ആയിട്ടുള്ള പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 1939 വീണ്ടും സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റ് ആയിട്ട് മാറുന്നത്. മറ്റൊരു പോയിന്റ് കൂടെ പഠിക്കാനുണ്ട്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ്. ഈ 2 വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 1938 INC പ്രസിഡന്റ് ആയിരുന്നത് ആര് തന്നെ? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. അതുപോലെ 1939 ഇലക്ടഡ് പ്രസിഡന്റ് ആയിട്ട് വരുന്നതും ആര് തന്നെ? സുഭാഷ് ചന്ദ്രബോസ് തന്നെ. അപ്പൊ അന്ന് ഇലക്ഷൻ നടന്നപ്പോൾ ഇദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിച്ചിരുന്ന വ്യക്തിയാണ് ആര്? പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യെ നോമിനേറ്റ് ചെയ്തത് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. ഓക്കെ, പിന്നീട് ഈ കോൺഗ്രസിൽ അദ്ദേഹത്തിന് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയും പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിന് അഗെയിൻസ്റ്റ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം കോൺഗ്രസ് വിട്ട് പിന്നെ മറ്റൊരു പാർട്ടി ഫോം ചെയ്യുകയാണ്. മറ്റൊരു പാർട്ടി ഫോം ചെയ്യുകയാണ്. അതാണ് ഫോർവേഡ് ബ്ലോക്ക്. കോൺഗ്രസിൽ നിന്നൊക്കെ വിട്ട് മറ്റൊരു പാർട്ടി രൂപവൽക്കരിച്ചു. 1939 ഫോർവേഡ് ബ്ലോക്ക് ഇദ്ദേഹം സ്ഥാപിച്ചു. ഇതിന്റെ ലക്ഷ്യം എന്താണ്? സ്വാതന്ത്ര്യ സമരത്തെ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഘടന ആര് കൊണ്ടുവരുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അതായത് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടില് ഗാന്ധിജിയുടെ ഐഡിയോളജിയുമായിട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ ഐഡിയോളജീസ് ചേർന്ന് പോകുന്നതായിരുന്നില്ല. ഗാന്ധിജി എപ്പോഴും ഹിംസയുടെ പാത പിന്തുടരുകയാണ് അല്ലെ. അപ്പോ ഇദ്ദേഹം പറയുന്നത് വേണ്ടി വന്നാൽ ഹിംസാത്മകമായിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. പ്രത്യേകിച്ച് 2 അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ഒത്തുപോകാത്തത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? INC-യിൽ നിന്ന് പിൻവാങ്ങിയിട്ട് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഘടന രൂപവൽക്കരിച്ചത് കേട്ടോ. ഇനി അടുത്തത് വിദേശ പ്രവർത്തനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കാം. ജർമ്മനിയിലെയും ജപ്പാന്റെയും സഹായത്തോടൊക്കെ കൂടിയിട്ട് ഇദ്ദേഹം 2ാം ലോക മഹായുദ്ധ കാലത്ത് പ്രവർത്തനം നടക്കുകയാണ്. അപ്പോ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇന്ത്യക്കാര് ബ്രിട്ടീഷിന്റെ അണ്ടറിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം സുഗമമായിട്ട് ഇവിടെ നടക്കാത്തത് കൊണ്ട് ജർമ്മനി, ജപ്പാൻ, ഇറ്റലി പോലെയുള്ള
എന്താണ് രാജ്യങ്ങളുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഇദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റിനൊക്കെ രൂപം കൊടുക്കുന്നുണ്ട്. നോക്കാം, ഇവിടെ താഴേക്ക് വരാം. INA കണ്ടോ? INA ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? 1943 ഈ ആസാദ് ഹിന്ദ് ഫൗജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ നാഷണൽ ആർമി ആയിട്ട് മാറുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ഒരു പേര് 1943 കേട്ടോ. 1943 ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാവായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ന വ്യക്തിയാണ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് INA അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ഒരു INA എന്ന സംഘടനയുടെ നേതാവ് അല്ലെങ്കിൽ അതിനെ കൂടുതൽ ബലപ്പെടുത്തിയത് ആര്, അല്ലെങ്കിൽ പിന്നീട് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ആര് എന്നൊക്കെ ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസിനെയാണ് പറയേണ്ടത്. INA ഒരു കരുത്തുറ്റ സംഘടനയാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി ഈ സുഭാഷ് ചന്ദ്രബോസ് 1943 എന്ത് ചെയ്യുന്നുണ്ട്? സിംഗപ്പൂരിൽ വെച്ചിട്ട് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് രൂപവൽക്കരിക്കുന്നുണ്ട്. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് 1943 സിംഗപ്പൂരിൽ വെച്ചിട്ട് എന്താണ് രൂപവൽക്കരിക്കുകയാണ്. അതാണ് ആസാദ് ഹിന്ദ് സർക്കാർ അല്ലെ ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആസാദ് ഹിന്ദ് ഗവൺമെന്റ്. അതിന്റെ തലസ്ഥാനമാണ് ഇവിടെ, താൽക്കാലികമായിട്ടുള്ള തലസ്ഥാനമാണ് സിംഗപ്പൂർ. കാരണം അദ്ദേഹത്തിന് അന്ന് ഇന്ത്യയിൽ വെച്ചിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല, ഫുൾ ബ്രിട്ടീഷിന്റെ അണ്ടറിലാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം സിംഗപ്പൂർ ഒരു താൽക്കാലിക കേന്ദ്രം എന്ന അർത്ഥത്തിൽ കൊണ്ടുവരികയാണ്. അപ്പൊ സിംഗപ്പൂർ ഗവൺമെന്റും അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. പിന്നീട് ജപ്പാൻകാര്, അതുപോലെ പിന്നെ ഇറ്റലി, അതുപോലെ ജപ്പാൻ, ഇറ്റലി, ജർമ്മനി ഈ 3 രാജ്യങ്ങളുടെ സഹായമൊക്കെ ഇദ്ദേഹം തേടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ആലോചിക്കുക. 1943 ആസാദ് ഹിന്ദ് ഗവൺമെന്റ് രൂപവൽക്കരിച്ചു. അപ്പൊ ഇന്ത്യക്കുള്ള ഒരു താൽക്കാലിക ഗവൺമെന്റ് എന്ന രീതിയിൽ അതിന്റെ ഒരു താൽക്കാലിക തലസ്ഥാനമായിരുന്നു സിംഗപ്പൂരായിട്ട് വന്നത്. അപ്പൊ ഇത് PYQ ആണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ മുന്നേറിയിട്ട് ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുന്ന ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം PSC ചോദിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്താണ്? ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അതുപോലെ തന്നെ ഇംഫാലിൽ വന്നിട്ട് ദേശീയ പതാക ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് INA കുറിച്ചാണ്, ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമി 1943 അല്ലെ ആ ഒരു പേര് സ്വീകരിക്കുന്നതൊക്കെ. അപ്പൊ അതിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാവായിട്ട് വരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആദ്യം റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. പിന്നീട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അതിന്റെ നേതൃത്വ സ്ഥാനമൊക്കെ ഏറ്റെടുക്കാണ്. ഈ INA എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അല്ല, ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഗിവ് മീ ബ്ലഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. എനിക്ക് നിങ്ങൾ രക്തം തരും, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമൊക്കെ ഈ INA-യുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ ഈ INA-യുടെ ഒരു വനിതാ റെജിമെന്റ് ആണ് ഏത്? ഝാൻസി റാണി റെജിമെന്റ് അല്ലെ റാണി ഝാൻസി റെജിമെന്റ് എന്നൊക്കെ പറയുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നേതൃത്വത്തിലായിരുന്നു അല്ലെ, മലയാളി വനിതയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു സേനാ വിഭാഗമാണ് ഈ ഝാൻസി റാണി റെജിമെന്റ്. INA-യിൽ നേതാജി രൂപം നൽകിയിട്ടുള്ള വനിതാ സേനാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെന്റ്. അപ്പൊ അതിന്റെ നേതാവ് എന്ന് പറയുന്ന മലയാളി വനിതയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി അറിയാമല്ലോ. അപ്പൊ അതും PSC മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ ക്യാപ്റ്റൻ ലക്ഷ്മിയെ തന്നെ INA-യുടെ ചരിത്രത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ്. പിന്നെ അതുപോലെ 1943 ഒക്ടോബർ 21 നേതാജി രൂപം കൊടുത്ത ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിലെ ഏക വനിതയായിരുന്നു ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി. അപ്പോ നമ്മുടെ ഈ ആസാദ് ഹിന്ദ് ഗവൺമെന്റ് രൂപീകരിച്ചു. അപ്പൊ അതിന് അതായത് ഇന്ത്യക്കുള്ള താൽക്കാലിക ഗവൺമെന്റ് എന്ന രീതിയിൽ അല്ലെ. അപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ആ പ്രവർത്തനങ്ങളൊക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തതാണ് ആസാദ് ഹിന്ദ് റേഡിയോ. അതുവഴിയായിരുന്നു അവരുടെ ആ ഒരു സംഘടനയുടെ പ്രചാരണങ്ങളോ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ മരണം ഇപ്പോഴും ഒരു വിവാദമായി തുടരുന്ന കാര്യമാണ്. 1945 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഇദ്ദേഹം ഒരു വിമാന അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ 1945 മുതൽ ഇദ്ദേഹത്തിന്റെ തിരോധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. പല ബുക്കുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോ ഇതൊരു തീർച്ച ഇന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് അന്വേഷിച്ച ഒരു ഏകാംഗ കമ്മീഷൻ ഉണ്ടായിരുന്നു. അതാണ് മുഖർജി കമ്മീഷൻ എന്ന് പറയുന്നത്. ഏകാംഗ കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ. പല കമ്മിറ്റികൾ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഖോസ്ല കമ്മിറ്റി, പിന്നെ നമ്മുടെ നെഹ്റുവിന്റെ സമയത്ത് ഷാനവാസ് കമ്മിറ്റി, പിന്നെ പിന്നെ മുഖർജി കമ്മിറ്റി, ഇങ്ങനെ 3-4 കമ്മിറ്റികൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഖോസ്ല കമ്മിറ്റി ഇദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനങ്ങളൊക്കെ നടത്തുന്നത്. വിമാന അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള ഒരു ഒരു എന്താണ് ഫൈനൽ ഡിസിഷനിലേക്കാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോ ബോസ് വിമാന അപകടത്തിലല്ല മരണപ്പെട്ടതെന്നുള്ള റിപ്പോർട്ടും പിന്നീട് പല കമ്മിറ്റികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും ഇതൊരു വിവാദമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത അപ്പോൾ കുറവാണ്. പിന്നെ പറയുന്നത് നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ ജപ്പാനിലെ റെങ്കോജി ക്ഷേത്രത്തില് സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നു. ഓക്കെ, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് 1-2 മുദ്രാവാക്യങ്ങൾ കൂടി ഓർത്തിരിക്കണം. ഇതൊക്കെ നമ്മുടെ LGS ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ജയ് ഹിന്ദ്, ഡൽഹി ചലോ, ദില്ലി ചലോ. ഓക്കെ, ദില്ലി ചലോ എന്ന രീതിയിലൊക്കെയുള്ള പ്രധാന മുദ്രാവാക്യങ്ങൾ. പിന്നെ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് നേതാജി ആയിരുന്നു. അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യമല്ല എന്ന വിശ്വാസവും നേതാജിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മുടെ റാങ്ക് ഫയലിൽ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ കുറച്ച് വർക്ക്സ് ഉണ്ട്. ദ ഇന്ത്യൻ സ്ട്രഗിൾ, ആൻ ഇന്ത്യൻ പിൽഗ്രിം, അതുപോലെ ദ ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്, ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കൽ. എമിലി ഷെങ്കൽ ഇദ്ദേഹത്തിന്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 3-4 വർക്ക്സ് പറയാനുണ്ട്. നേതാജി എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാതെ അദ്ദേഹത്തിന് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള ആത്മകഥാപരമായിട്ടുള്ള കൃതിയാണ് അൻ ഇന്ത്യൻ പിൽഗ്രിം എന്നുള്ളത് കേട്ടോ. അൻ ഇന്ത്യൻ പിൽഗ്രിം എന്നുള്ളത്. ഇനി ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കൽ ഇദ്ദേഹത്തിന്റെ വൈഫാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഒരു ഓസ്ട്രേലിയൻ ലേഡി ആയിരുന്നു ഇവരെന്നൊക്കെയാണ് പുസ്തകങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ പോയിന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നേതാജി എന്ന് വിളിപ്പേരുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചു. വർഷം ഇമ്പോർട്ടന്റ് ആണ്, 1939. INA-യുടെ നേതാവ് ഝാൻസി റാണി റെജിമെന്റ് രൂപവത്കരിച്ചു. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വർഷങ്ങളാണ് 1938 ഹരിപുര സമ്മേളനം, 1939 ത്രിപുരി സമ്മേളനത്തിൽ ഇലക്ടഡ് പ്രസിഡന്റ് എഗെയിൻസ്റ്റ് ആർക്കായിരുന്നു? പട്ടാഭി സീതാരാമയ്ക്ക് എതിരെ. പിന്നെ അദ്ദേഹം ICS രാജിവെച്ചു. പിന്നെ ആസാദ് ഹിന്ദ് ഗവൺമെന്റ് രൂപീകരണം, സിംഗപ്പൂരിലെ കാര്യവും ഇംഫാലിലെ പതാക ഉയർത്തിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് PSC PYQs ആണ്. LGS മുതലുള്ള ഇങ്ങോട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നേതാജി എന്നറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ്. INA-യുടെ നേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ആരാണ്? ഇദ്ദേഹം തന്നെയാണ്. INA ആദ്യം സ്ഥാപിച്ചത് ആരായിരുന്നു? റാഷ് ബിഹാരി ബോസ് ആണ്. ഗിവ് മീ ബ്ലഡ്, ഐ വിൽ ഗിവ് യു ഫ്രീഡം എന്ന വാക്കുകൾ ആരുടെയാണ്? ബോസിന്റേതാണ്. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് രൂപവത്കരിച്ച വർഷം 1943. കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷങ്ങൾ ഏതൊക്കെയാണ്? 38, 39 ആണ്. ICS രാജിവെച്ച ദേശീയ നേതാവാണ് ബോസ്. ഝാൻസി റാണി റെജിമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് INA. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റേത്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ തോന്നുന്ന പോയിന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. INA-യുടെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ബോസും, നേതാവ് എന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസും ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പിന്നെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് ആണെങ്കിൽ അവിടെ ആര് മാത്രമേ ഉള്ളൂ? സുഭാഷ് ചന്ദ്രബോസ് മാത്രമേ വരുന്നുള്ളൂ. വർഷം അറിയാലോ, 1939. ഓക്കെ, പിന്നെ ICS രാജിവെച്ചു. കോൺഗ്രസിൽ കോൺഫ്ലിക്ട് ഗാന്ധിജിയുമായിട്ട്, ഐഡിയോളജി ഉള്ള ഡിഫറൻസ് ആണ് കേട്ടോ. പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ PDF ഞാൻ ഇങ്ങനെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പഠിച്ചത് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൂടി ഒന്ന് നോക്കാം. പിന്നെ ഗാന്ധിജിയുമായിട്ടുള്ള ഐഡിയോളജീസിലുള്ള ഡിഫറൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ റീസൺ എന്നുള്ള രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി അവൈലബിൾ ആയതും ഇതും ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഗാന്ധിജിയും ബോസും തമ്മിലുള്ള കോർ ഡിഫറൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഗാന്ധിജിയുമായിട്ടുള്ള ഐഡിയോളജീസിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഗാന്ധിജി അഹിംസയുടെ പാത പിന്തുടരുന്നു, അല്ലെ സത്യാഗ്രഹം, സമാധാനപരമായിട്ടുള്ള സമരം മുന്നോട്ട് വെക്കാനാണ് ഗാന്ധിജി എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്, അല്ലെ. അപ്പൊ ബോസ് പറഞ്ഞാൽ എന്താണ്? ആവശ്യമെങ്കിൽ സായുധ സമരം വേണ്ടേ നമ്മൾ ഉപയോഗിക്കണം, എന്നാൽ മാത്രമാണ് ബ്രിട്ടീഷുകാരെ നമുക്ക് ശക്തമായി നേരിടാനും അവരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ടും പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഗാന്ധിജി ധൈര്യത്തോടെ പക്ഷെ അഹിംസാത്മകമായിട്ടുള്ള പ്രതിരോധത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോ ബോസ് പറഞ്ഞത് ശത്രുവിനെ ശക്തിയായി നേരിടണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം INA-യും അതുപോലുള്ള സൈനിക സമീപനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത്. പിന്നെ വിദേശ ശക്തികളുടെ സഹായം തേടി ജർമ്മനി, ജപ്പാൻ, ഇറ്റലി പോലുള്ള രാജ്യങ്ങളുടെ സഹായമൊക്കെ ബോസ് തേടിയപ്പോ ഗാന്ധിജി പറഞ്ഞത് എന്താണ്? വിദേശ ശക്തികളെ ആശ്രയിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു, അല്ലെ. പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ തർക്കം വന്നു. 1939 എന്താണ് ഇലക്ടഡ് പ്രസിഡന്റ് ഒക്കെ ആയി. പക്ഷെ വലിയ താമസമില്ലാതെ അദ്ദേഹം INC വിടുകയും
പിന്നീട് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ബോസ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ഗാന്ധിജിയുടെ നോമിനി ആയിട്ടുള്ള പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഗാന്ധിജിയുടെ പിന്തുണയുള്ള നേതാക്കളൊക്കെ INC ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്ത് ചെയ്തു? ബോസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. അതിന്റെ ഫലമായിട്ടാണ് ബോസ് രാജിവെച്ചതും പിന്നീട് ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത്. ഇനി അടുത്തത് സ്വാതന്ത്ര്യത്തിന്റെ അടിയന്തരത എന്ന് പറയുമ്പോൾ ഇവിടെ ബോസ് എന്താ പറഞ്ഞത്? ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണ് വേണ്ടത്. പക്ഷെ ഗാന്ധിജി പറഞ്ഞ എന്താണ്? സമയവും ജനങ്ങളുടെ തയ്യാറെടുപ്പും അതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന്. പക്ഷെ ബോസിന് എന്താണ്? വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, അഹിംസ അല്ലെങ്കിൽ അതായിരുന്നു ഗാന്ധിജിയുടെ കൺസെപ്റ്റ് എങ്കിൽ ആയുധ സമരമായിരുന്നു ബോസിന്റെ കൺസെപ്റ്റ്. അപ്പൊ ആ ഐഡിയോളജിയിലുള്ള ഡിഫറൻസ് കാരണം തന്നെയാണ് 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ബോസ് എന്ത് ചെയ്തത്? വിട്ടുമാറിയിട്ട് ഫോർവേഡ് ബ്ലോക്കിലേക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ത്രിപുരി സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി താഴേക്ക് തന്നിട്ടുള്ള തുടർന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. ഈ PDF ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യും. അത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക.